ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളെല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഗൈസ്. കുറേ ദിവസം ശേഷം ഞാൻ ഇന്ന് മോർണിംഗ് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കുറേ ദിവസമായാലോ മോർണിംഗ് വീഡിയോ ഉണ്ടാക്കത്ത്. അപ്പോൾ ഗൈസ് ഇന്നില്ല, ഞങ്ങൾ ഇന്നലെ ഒരു പുതിയ റൂമിൽ വന്നേനു. നിങ്ങൾക്ക് പറഞ്ഞാലോ, ഞാൻ ഇവിടെ വന്നിട്ടും ഗൈസ് അസാമിൽ വന്നിട്ടും ഞങ്ങൾ തറവാട്ടിലൊന്നും പോയിട്ടില്ല. ഞങ്ങൾ പുതിയ റൂം റെൻറ്റിലെടുത്തേനു. ഒന്നാമത്തെ ഇവിടെ കുട്ടീൻ്റെ സ്കൂൾ കറിയെല്ലാം തൊട്ടാണ്, നല്ല സ്കൂളാണ്. അത് കാരണം ഞങ്ങൾ റൂം റെൻറ്റിലെടുത്തേനു. അപ്പോൾ റൂം എടുത്തിട്ട് ഗൈസ് നിങ്ങൾക്ക് റൂം കാണിച്ച് തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു മോർണിംഗ് വീഡിയോന് ശേഷം നിങ്ങൾക്ക് റൂമും കടികളൊക്കെ ഒന്ന് കാണിച്ച് തന്നല്ലോ. ഇത് കണ്ടു കഴിച്ചത് കിച്ചന്. പക്ഷേ ഗൈസ് കിച്ചന് കൂടി തന്നെ ബാത്റൂം പോകണം. കാരണം ഗൈസ് ഞാൻ പറയുന്നത് ഞങ്ങളെ നാട്ടിലെ കേരള പോലെ സെറ്റപ്പ് റൂമൊന്നും കിട്ടില്ല. കാരണം റൂം കിട്ടിയെങ്കിൽ സിറ്റിയിൽ പോകണം, പിന്നെ നല്ല റെൻറ്റും ഉണ്ടാവും. കേരളത്തിന് തന്നെ നോക്കുമ്പോൾ റൂമിൻ്റെ റെൻറ്റ് കുറവാണ്, പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ റൂമിന് നല്ല റെൻറ്റാണ്. ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ല കിച്ചന്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഇതുണ്ട്, കട്ടിലുണ്ട്. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് സാധനമില്ല. പിന്നെ ഇതാണ് ബെഡ്റൂം ഗൈസ്. ബെഡ്റൂമത്തെ സാധനമാണ് ഞാൻ എന്നും മാർക്കറ്റ് വാങ്ങാൻ പോയിരുന്നു. കണ്ടേക്ക് ഏതോ കട്ടിയിലാണ് വാങ്ങി. പിന്നെ അത് കൊതുക് വില ഗൈസ്, ഞങ്ങളെ മോസ്റ്റായിട്ട് കൊതുക് വില വേണം, അല്ലെങ്കിൽ നല്ല കൊതുക് ഉണ്ടാവും. പിന്നെ ഏതോ കണ്ട ഒരു തുണി വെക്കുന്ന ഒരു സ്റ്റാൻഡ് വാങ്ങിയിരുന്നു. ഇവിടെ രേക്കും കറിയെല്ലാം ഇല്ല കാരണം. പിന്നെ ഇത് വാങ്ങിയതിന് ഒരു അൽമാര പോലെ, ഞങ്ങളുടെ നാട്ടിലെ ഷോക്കേസ് പറയാൻ. പിന്നെ ഗൈസ് കണ്ടത് ഞാൻ മിന്നു എൻ്റെ ഹാപ്പി ബർത്ത്ഡേയിൽ തന്നത് ഫോട്ടോ. ഫോട്ടോ ഞാൻ എന്നും കണ്ടു. നീ മിന്നു ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ഉണ്ടാവും, എൻ്റെ ഹാർട്ടിലുണ്ടാവും. ഇല്ലെങ്കിലും എന്നും ഞാൻ നീക്കുമ്പോൾ ഈ ഫോട്ടോ കാണും. അതാണ് പിന്നെ മിന്നുൻ്റെ കാര്യം എന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവും. എന്നും എപ്പോഴും ഓർമ്മ ഉണ്ടാവും, ഇല്ലെങ്കിലും ഓർമ്മ ഉണ്ടാവും. പിന്നെ ഇത് കണ്ടു സിറ്റ് ഔട്ടും പിന്നെ പൂജ റൂമും ഒക്കെ കണ്ടില്ല. എൻ്റെ ചെറിയൊരു റൂമിൻ്റെ വീഡിയോ ആണ്. ഇതിപ്പോഴത്തെ വീഡിയോ